ഹലോ ഗായ്സ്, എന്നുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നുണ്ടല്ലോ, ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞത് ടെറസിൻ്റെ മുകളിലൊന്ന് പോയി നോക്കണം, അവിടെ നല്ല രീതിയിൽ കരിയിലുണ്ട്. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടരെ നേരെ ചെന്നു ടെറസിൻ്റെ മുകളിൽ നോക്കി. ഫുള്ള് കരിയിൽ പിടിച്ച് കിടക്കുകയാണ്, നല്ല വെയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കത്രിക്കയൊക്കെ നോക്കി. ഞാൻ നട്ടതായതുകൊണ്ട് പറയില്ല, നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ട് കേട്ടോ. കിളിച്ചത് മാത്രമല്ല, ചിലതൊക്കെ പന്നലും ആയിട്ടുണ്ട്, കുഴപ്പമില്ല, എന്നാലും നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ കരിയിലകൾ കെട്ടിക്കിടപ്പുണ്ട്. മഴ പെയ്തപ്പോഴാണ് കൂടുതലും വന്ന് ഓരോ മൂലയ്ക്കായിട്ട് ഇങ്ങനെ തങ്ങി നീങ്ങി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് തന്നെ വൃത്തിയാക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും കൈവച്ച് പറക്കം നടക്കത്തില്ല, അതുകൊണ്ട് ചൂല് വെച്ച് തന്നെ തൂക്കണം. നല്ല വെയിലുണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ തൂക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തൂത്ത് നിൽക്കുന്നു. കരിയില റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടായതുകൊണ്ട് തന്നെ കരിയില നല്ല രീതിക്ക് കണ്ടമാനം വരും. പിന്നെ ഓണക്കാലത്ത് വരുന്ന തുമ്പികളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ സാധാരണ ഇത് ഓണം കഴിഞ്ഞാൽ പോകുന്നതാണ്, പക്ഷേ ഇപ്പോൾ എന്താണോ ഇവിടെയൊക്കെ തന്നെ കുറേ ഉണ്ട്. പിടിക്കാൻ ചെന്ന് കമ്പനങ്ങി പോയി, അത് പറന്നു പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ തുമ്പി പിടുത്തം കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെന്നത് സ്റ്റെയർ കേസിനാണ്. അന്ന് സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പായലൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തെറ്റലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അല്ല, പുറത്തൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതി മീൻസ് മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് എപ്പോഴും കരിയിലകൾ വന്ന് വീഴി, അതേപോലെ നല്ല പായലും പിടിച്ച് കിടക്കുക. അതുകൊണ്ട് തന്നെ തെറ്റുമെന്നൊക്കെ പറഞ്ഞാണ് പതിയാണ് അത് ചെയ്ത് പോകുന്നത്. നല്ല രീതിയിൽ കരിയിലകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രീതിയിൽ കരിയില എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയാക്കി ഇടുക, അതാണ് ഏറ്റവും ബെറ്റർ. വീട് വൃത്തിയില്ലാതെ കിടന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മി വരില്ലെന്നാണ് അമ്മയുടെ പറച്ചിൽ. എന്താ അല്ലേ? ഇന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ ചെയ്ത് നടന്ന് ഉറങ്ങാനാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം.